Hi all, welcome to today's interview question series. ഇന്ന് നമ്മൾ കാണാൻ പോകുന്ന ക്വസ്റ്റ്യൻ വേർ ഡു യു സീ യുവർ സെൽഫ് ഇൻ ദ നെക്സ്റ്റ് 5 years. അതായത് അടുത്ത 5 വർഷത്തിൽ നിങ്ങളുടെ കരിയറിൽ ഏതൊരു പൊസിഷനിലാണ് നിങ്ങൾ വർക്ക് ചെയ്യാൻ ആഗ്രഹിക്കുന്നത് അല്ലെങ്കിൽ പ്ലാൻ ചെയ്യുന്നത് എന്നാണ് ഈ ഒരു ക്വസ്റ്റ്യൻ്റെ ഉദ്ദേശം. സോ ഇന്റർവ്യൂർ ഈ ക്വസ്റ്റ്യൻ ചോദിക്കുന്നതിലൂടെ നിങ്ങൾ എത്രമാത്രം നിങ്ങളുടെ ഒരു കരിയർ പ്ലാൻ ചെയ്തിട്ടുണ്ട്, എന്താണ് നിങ്ങളുടെ ഒരു ആഗ്രഹം, 5 വർഷം കഴിയുമ്പോൾ എവിടെ എത്താനാണ് നിങ്ങളുടെ ഒരു പ്ലാൻ എന്നുള്ളത് അറിയാനും ഈ കമ്പനിയിൽ 5 കൊല്ലം നിൽക്കുമോ എന്നറിയാൻ കൂടി വേണ്ടിയിട്ടാണ് ഈ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്. അപ്പോൾ ഇവിടെ വളരെ ഡെഫിനറ്റ് ആയിട്ട് സ്പെസിഫിക് ആയിട്ട് ഏത് റോളാണ്, അതെന്തുകൊണ്ടാണ് അങ്ങനെ വർക്ക് ചെയ്യാൻ ആഗ്രഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ എളുപ്പത്തിൽ ഇത് പറയാം. സോ ഇവിടെ പറയേണ്ടാത്തത് എന്തൊക്കെയാന്ന് നോക്കാം. എനിക്ക് ഐ എം നോട്ട് വെരി ഷുവർ, എനിക്ക് അത്ര ഒരു ഉറപ്പില്ല, അല്ലെങ്കിൽ ഐ ഡോണ്ട് പ്ലാൻ സോ മച്ച് എഹെഡ്, ഞാൻ ഇത്ര എഹെഡായിട്ട് പ്ലാൻ ചെയ്യാറില്ല, അല്ലെങ്കിൽ ഫ്യൂച്ചറിലേക്ക് ഇത്ര അധികം ഒന്നും പ്ലാൻ ചെയ്യാത്തൊരു വ്യക്തിയാണ് എന്ന് പറയുമ്പോൾ അവിടെ ഒരു നെഗറ്റീവ് ഫീഡ്ബാക്കാണ് നമ്മൾ കൊടുക്കുന്നത്. കാരണം നമ്മളൊരു കരിയറിനെ അത്ര സീരിയസ് ആയിട്ട് എടുത്തിട്ടില്ല, നമ്മൾ അതിനെക്കുറിച്ച് പ്ലാൻ ചെയ്തിട്ടില്ല, എവിടെ എത്തണം എന്നൊരു ധാരണയില്ല. സോ ഇങ്ങനത്തെ കുറച്ച് നെഗറ്റീവ് ഫീഡ്ബാക്ക് ആയിരിക്കും ഇങ്ങനെ ഒരു ആൻസർ പറയുമ്പോൾ നമ്മൾ ഇൻ്റർവ്യൂവിന് കൊടുക്കുന്നത്. സോ എപ്പോഴും വളരെ ഒരു പോസിറ്റീവായിട്ട് ഒരു ഡെഫിനിറ്റ് പ്ലാൻ, ഏത് പൊസിഷനാണ്, എന്തുകൊണ്ടാണ് അതിൽ വർക്ക് ചെയ്യാൻ താല്പര്യം എന്നുള്ളൊരു ഫോർമാറ്റിൽ വേണം പറയാനായിട്ട്. സോ ഒരു സാമ്പിൾ ആൻസറിലൂടെ ഇതെങ്ങനെ പറയാമെന്ന് നോക്കാം. അടുത്ത 5 വർഷത്തിൽ ഞാൻ എൻ്റെ ലീഡർഷിപ്പ് സ്കിൽസിനെ ബിൽഡ് ചെയ്യാൻ ആഗ്രഹിക്കുന്നു. തന്നെയല്ല, എനിക്ക് മാനേജ്മെൻറ്റ് സൈഡിൽ വളരെയധികം ഇൻട്രസ്റ്റ് ഉണ്ട്. അതുകൊണ്ട് തന്നെ അടുത്ത 5 വർഷത്തിൽ എനിക്കൊരു ടീം ലീഡർ അല്ലെങ്കിൽ ഒരു പ്രോജക്റ്റ് മാനേജറായി വർക്ക് ചെയ്യാനാണ് താല്പര്യം. So, thank you all for tuning in to this episode. We'll be back with another one very soon.